Hello everyone, welcome back to the yet another video of Let's Talk More Tech. As the name indicates, നമ്മൾ ഈ ചാനൽ ഫുള്ളി ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് മാത്രമാണ് ചെയ്യുന്നത്. സോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ എന്തായാലും വിസിറ്റ് ചെയ്യുക. എല്ലാ വീഡിയോസും കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബ് ആൻഡ് കൺസിസ്റ്റൻ്റ് എൻ്റെ വീഡിയോസ് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നാണ് അർത്ഥം. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തായാലും ഈ വീഡിയോ ഫുള്ളി കാണുക, കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ടെക്കിനെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2025 അപ്കമിങ് മന്ത്സിൽ അല്ലെങ്കിൽ ഏപ്രിലിൽ തന്നെ അപ്കമിങ് വീക്സിൽ റിലീസ് ആവാൻ ചാൻസ് ഉള്ള, അതേപോലെ തന്നെ ലീക്സ് ആൻഡ് റൂമേഴ്സ് പുറത്തുവിട്ടിട്ടുള്ള പല ഫോണുകളുടെയും ഡീറ്റെയിൽസ്, അതായത് പ്രൈസ്, സ്പെക്ക്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇൻഫോർമേറ്റീവ് ആയിരിക്കും. സോ വീഡിയോ ഫുള്ളി കാണുക, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാറ്. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദാറ്റ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മാർക്കറ്റിൽ ട്രെൻഡിങ് ആകാൻ പോകുന്ന മിനി സെഗ്മെന്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇനിയിപ്പോൾ എന്തായാലും മാർക്കറ്റിൽ കൂടുതൽ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ ഫോക്കസ് ചെയ്യാൻ ചാൻസ് ഉള്ളത് മിനി സെഗ്മെന്റിലേക്കാണ്. അതായത് മാർക്കറ്റിൽ നല്ല റെസ്പോൺസ് ഉണ്ടാക്കിയ പല ഫോണുകൾ ഉണ്ടാവില്ല, പല ബ്രാൻഡുകളിൽ അത് അവർ മിനിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇറക്കും. കാരണം നമുക്കിനി സ്മാർട്ട് ഫോൺസിൽ കൂടുതലൊന്നും ചെയ്യാനില്ല എന്ന് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. എന്തായാലും ഫസ്റ്റ്ലി എനിക്ക് എടുത്ത് പറയാനായിട്ടാണെങ്കിൽ വിവോ 200Xന്റെ ഒരു മിനി വേർഷൻ വരുന്നത് ഏപ്രിൽ 2nd വീക്ക് അല്ലെങ്കിൽ 3rd വീക്കോട് കൂടിയായിരിക്കും മേ ബി റിലീസ് വരാൻ പോകുന്നത്. അപ്പൊ അതിന്റെ സ്പെക് ആൻഡ് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഡിസ്പ്ലേ വരാൻ പോകുന്നത് 6.31 ഇഞ്ചിന്റെ അമോലെഡ് 1.5K അമോലെഡ് ഡിസ്പ്ലേ ആയിരിക്കും വരാൻ പോകുന്നത്. പ്രൊസസ്സർ പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ വല്ലേ അല്ല, ഡയമൻസിറ്റി 9400ന്റെ ചിപ്സെറ്റ് ആണ് വരാൻ പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ 5700 mAh വലിയൊരു ബാറ്ററിയാണ് കൊടുക്കാൻ പോകുന്നത്. കാരണം വെച്ചാൽ പഴയ മിനി ഫോണുകളുടെ പോരായ്മയായിരുന്നു ബാറ്ററി ലൈഫ് കുറവുള്ളത്. അപ്പൊ എന്തായാലും ഇതിൽ mAh കൂട്ടിയിട്ട് അവർ ബാറ്ററി ലൈഫ് കൂടുതലാണ്, പക്ഷെ അവിടെ ഒരു കോംപ്രമൈസ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റ് ആണ്. അറിയില്ല അതിന്റെ പെർഫോമൻസ് എങ്ങനെ ഇരിക്കുന്നുള്ളത്. പിന്നെ അതേപോലെ 50 മെഗാപിക്സലിന്റെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരാൻ പോകുന്നത്. ഇതൊക്കെ ഫുള്ളി കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ല, ഇത് ലീക്സ് ആൻഡ് റൂമേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. സോ ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് ആൻഡ് പെപ്പർ. ഓക്കെ, അപ്പൊ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് 200Xന്റെ അൾട്രാ വേർഷനോട് അവർ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൽ വരാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 8 ചിപ്സെറ്റ് ആയിരിക്കും, സ്നാപ്ഡ്രാഗൺ. അറിയാലോ, അൾട്രാ എന്ന് പറയുമ്പോൾ ഏകദേശം ഹൈ എൻഡ് ആയിരിക്കും. പിന്നെ അതിന്റെ സ്പെക്ക് വരാൻ പോകുന്നത് 200 MP ടെലിഫോട്ടോ ക്യാമറ ആയിരിക്കും വരാൻ പോകുന്നത്. പിന്നെ 5000 mAh ബാറ്ററി, ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും ബാറ്ററിയും വരാൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെയാണ് വിവോന്റെ വിശേഷം. നെക്സ്റ്റ് ഒരു മിനി ഫോൺ നമുക്ക് വരാനുള്ളത് വൺപ്ലസിന്റെ സൈഡിൽ നിന്നാണ്. OnePlus 13 മിനി. അത് നമുക്ക് റിലീസ് ഡേറ്റ് മാക്സിമം ഏപ്രിൽ എൻഡോട് കൂടി അല്ലെങ്കിൽ ഏപ്രിൽ മിഡിലായിട്ട് നമുക്ക് റിലീസ് പ്രതീക്ഷിക്കാം. അതിന്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ 6.3 ഇഞ്ചിന്റെ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ 6000 mAh ബാറ്ററിയാണ് വരുന്നത്. സ്നാപ്ഡ്രാഗണിന്റെ 8 Lite പ്രൊസസ്സറാണ് വരുന്നത്. ഇക്കാര്യത്തിലൊന്നും യാതൊരു കോംപ്രമൈസും OnePlus ചെയ്തിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാലോ, OnePlusലും കുറെ ബ്ലോട്ടേഴ്സും ആഡ്സും കാര്യങ്ങളൊക്കെ കുത്തിയടച്ചിട്ടാണ് വരുന്നത്. ആദ്യമൊക്കെ ഓക്സിജൻ OS എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും OnePlusന്റെ OS എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അങ്ങനെയൊന്നും യാതൊരു പ്രതീക്ഷയില്ല. പിന്നെ അതേപോലെ തന്നെ പ്രൊസസ്സർ ആണെങ്കിലും ബാറ്ററി കപ്പാസിറ്റി ആണെങ്കിലും ഒക്കെ ഓക്കെയാണ്. ക്യാമറയിലാണ് പിന്നെ അവരുടെ മെയിൻ ഫോക്കസ്, അതായത് 50 മെഗാപിക്സലിന്റെ സോണിയുടെ LYT 808 സെൻസറാണ് വരുന്നത്. അപ്പൊ ആ കാര്യത്തിലും കുറച്ച് പ്രതീക്ഷയൊക്കെ കൊടുക്കാം. അതായത് സോണിയുടെ സെൻസറാണ്, നല്ല ക്യാമറ ആയിരിക്കും പെർഫോമൻസ് കാഴ്ചവെക്കാൻ പോകുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അവർ എങ്ങനെ ഈ ബാറ്ററി ഇത്രയും കപ്പാസിറ്റി കൊടുത്തിട്ട് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ മാനേജ് ചെയ്യാൻ പോകുന്നു? മേ ബി മാനുഫാക്ചറേഴ്സ് ആർ മോർ കോൺസെൻട്രേറ്റിംഗ് ഓൺ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി അപ്കമിങ് ആയിട്ടുള്ള ഫോൺസിൽ അതായിരിക്കും മാനുഫാക്ചറേഴ്സ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഞാൻ പറഞ്ഞത് മിനി ഫോൺസ് ആയിരിക്കും ഇനി മാർക്കറ്റിലെ ട്രെൻഡ് എന്ന്. അപ്പൊ ഏതായാലും നെക്സ്റ്റ് ഫോണിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ന്യൂ ബോൺ ബേബി, അതായത് യുദ്ധഭൂമിയിലേക്ക് ഒരു പുതിയ ബട്ടൺ കൂടെ വന്നിരിക്കുകയാണ്. ലാപ്ടോപ്പ് മേക്കേഴ്സ് ആയിട്ടുള്ള ഏസറും നമ്മൾ ഇത്തവണ 2 ഫോൺസ് പുറത്തിറക്കുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, 2 ഇമേജസ് പുറത്തു വന്നിട്ടുണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതേപോലെ തന്നെ നമുക്ക് സ്നാപ്ഡ്രാഗൺ 8 Liteന്റെ ഒരു കുഞ്ഞൻ വേർഷൻ, ഡൗൺഗ്രേഡഡ് ആയിട്ടുള്ള ഒരു വേർഷൻ 8S Lite എന്ന് പറഞ്ഞിട്ടൊരു വേർഷനും കൂടെ വരുന്നുണ്ട് സ്നാപ്ഡ്രാഗണിന്റെ. അത് നമുക്ക് ഡൗൺഗ്രേഡഡ് വേർഷൻ എന്ന് പറയുന്നത് തീരെ തന്നെ ഒരു വേറെ ഒരു ചിപ്സെറ്റാണ്. 8 Liteന്റെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊന്നുമില്ല. GPUസിലായാലും കോഴ്സിലായാലും എല്ലാം നല്ല വ്യത്യാസമുള്ള ഒരു ചിപ്സെറ്റ് തന്നെയായിരിക്കും. ബഡ്ജറ്റ് ഫോൺസിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആയിരിക്കും മേ ബി സ്നാപ്ഡ്രാഗൺ പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിന്റെ കൂടെ ഷെയർ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ബഡ്ജറ്റ് സെഗ്മെന്റ്. ബഡ്ജറ്റ് സെഗ്മെന്റ് നമുക്ക് 3 ഫോണുകളാണ് വരുന്നത്. മോട്ടോറോളന്റെ സൈഡിൽ നിന്ന് മോട്ടോ എഡ്ജ് 60 ഫ്യൂഷനും CMF by നത്തിങ്ങിന്റെ
ഫോൺ 2ഉം പിന്നെ അതേപോലെ തന്നെ പോക്കോ F7ഉം. അങ്ങനെ 3 ഫോണുകളാണ് വരുന്നത്. ഓക്കെ, മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷന്റെ ശേഷം 60 ഫ്യൂഷൻ ആണ് മോട്ടറോള ഇനി പുറത്തിറക്കുന്നത്. അതിന്റെ റിലീസ് ഡേറ്റ് വരുന്നത് April 2nd വീക്ക് തന്നെ ആയിരിക്കും എന്നാണ് ലീക്സ് ആൻഡ് റൂമേഴ്സ് പറയുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 6.7 ഇഞ്ചിന്റെ 1.5K ഫുൾ HD ഡിസ്പ്ലേ ആയിരിക്കും മോട്ടോ ഇതിൽ കൊടുക്കുന്നുണ്ടാവുക. ക്യാമറയുടെ ഡീറ്റെയിൽസ് ആണെങ്കിൽ 50 മെഗാ പിക്സലിന്റെ LYT 700 മൈറ്റ് ബി സംതിങ് ലൈക്ക് ദാറ്റ് ആ ഒരു ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരുന്നുണ്ടാവും. സോണിയുടെ തന്നെ ആയിരിക്കും തോന്നുന്നു സെൻസർ. പിന്നെ അതേപോലെ തന്നെ പ്രൊസസ്സർ വരുന്നത് ഡയമൻസിറ്റിയുടെ 7400 ആയിരിക്കും. പ്രൈസ് റേഞ്ച് വന്നിട്ട് 25K to 30K ആയിരിക്കും. പിന്നെ വരുന്നത് പോക്കോ F7 വന്നിട്ട് F7 Pro, F7 Ultra അങ്ങനെ 3 ഫോണുകളായിരിക്കും. ബഡ്ജറ്റിൽ വരുന്നത് F7 ആയിരിക്കും. അറിയാലോ, ബാക്കി രണ്ടും ഫ്ലാഗ്ഷിപ്പ് ലെവലായിരിക്കും, അല്ലെങ്കിൽ മിഡ് റേഞ്ച് ഫ്ലാഗ്ഷിപ്പ് ആ ഒരു ലെവലായിരിക്കും. ഓക്കെ, പോക്കോ F7ന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ മെയ് 1st വീക്ക് അല്ലെങ്കിൽ 2nd വീക്കിലായിരിക്കും റിലീസ് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റി വന്നിട്ട് 6500 mAh ബാറ്ററി കപ്പാസിറ്റി ആയിരിക്കും വരുന്നത്. ഡിസ്പ്ലേ വന്നിട്ട് 2K AMOLED ഡിസ്പ്ലേ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെ പ്രൊസസ്സർ വന്നിട്ട് 8 L8 കൊടുക്കില്ല, അറിയാലോ, ബഡ്ജറ്റ് സെഗ്മെന്റ് ആണ്. അപ്പൊ എന്തായാലും 8s L8ന്റെ പ്രൊസസ്സർ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവും. F7ല് 8s L8ഉം അതേപോലെ തന്നെ F7 Proല് വന്നിട്ട് 8 Gen 3 ആയിരിക്കും വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ നമ്മുടെ F7 Ultra'യിൽ വരുന്നത് 8 L8 ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രൈസ് റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി. F7 ആണെങ്കിൽ 30 ആ ഒരു റേഞ്ച്, F7 Pro ഒരു 35 to 40, പിന്നെ അതേപോലെ തന്നെ F7 Ultra വന്നിട്ട് ഒരു 45K അല്ലെങ്കിൽ അബോവ് ആ ഒരു റേഞ്ച് ഓഫ് പ്രൈസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ അറ്റ് ലാസ്റ്റ് നോട്ട് ദ ലീസ്റ്റ് CMF by Nothingന്റെ ഫോൺ 2 വരുന്നുണ്ട്. ആസ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പ്രീവിയസ് ഇയറിൽ അവർ ഇറക്കിയ പോലെ തന്നെ പ്രീവിയസ് മോഡലുള്ള പോലെ തന്നെ കസ്റ്റമൈസബിൾ ആയിട്ടുള്ള മോഡലായിരിക്കും. മോർ കസ്റ്റമൈസേഷൻ ഈക്വൽ ടു മോർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും തോന്നുന്നു. അതായത് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന സാധനം അങ്ങനെയാണ്. പിന്നെ അതിലൊരു എസെൻഷ്യൽ ബട്ടൺ വരുന്നുണ്ട് എന്ന് പറഞ്ഞു, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു എസെൻഷ്യൽ ബട്ടൺ. അതായത് ആപ്പിൾ ഇപ്പോൾ ഒരു ബട്ടൺ കൊണ്ടുവന്നില്ലേ ക്യാമറ കൺട്രോൾ, അതേപോലെ ഇവരൊരു എസെൻഷ്യൽ ബട്ടൺ കൊണ്ടുവന്നു. അതിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു എസെൻഷ്യൽ ബട്ടൺ. പ്രൈസ് വരുന്നത് 20K അബോവിലായിരിക്കും, ലൈക്ക് ബിലോയിലായിരിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പൊ ഇത്രയാണ് നമുക്ക് ബഡ്ജറ്റ് സെഗ്മെന്റിൽ മെയിൻലി എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ വരുന്നത്. പിന്നെ മിനി സീരീസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് ഫ്ലാഗ്ഷിപ്പ് ലെവലിലേക്ക് കയറാം. ഓക്കെ, ഫ്ലാഗ്ഷിപ്പിന്റെ ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ കൂടുതൽ ഫോൺസിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ഓൾറെഡി ഒരെണ്ണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വിവോ 200Xന്റെ ഒരു അൾട്രാ വേരിയന്റ്. ഇനി പിന്നെ നമുക്ക് വരാനുള്ളത് സാംസങ്ങിലാണ്. സാംസങ്ങിന്റെ S25 എഡ്ജ്. അത് നമുക്ക് ഡീറ്റെയിൽസ് ഓൾറെഡി കുറെ അൺബോക്സിംഗ് വീഡിയോസ് ഒക്കെ പുറത്തുള്ളവരൊക്കെ ചെയ്തിട്ടുണ്ട്. ലോഞ്ച് April 2nd വീക്ക് ഒക്കെ ആയിരിക്കും. ഇന്ത്യയിൽ അത് റിലീസ് ചെയ്യുന്നത് മേ ബി മെയ്യിൽ 1st വീക്കിലൊക്കെ ആയിരിക്കും. അങ്ങനെയാണല്ലോ, ഇന്ത്യ ഇല്ലാത്ത ഗ്ലോബലിലാണല്ലോ പല ഫോണുകൾ ഇറങ്ങുന്നത്, മറ്റു വേറെയും ഉദ്ദേശിച്ചല്ല. പിന്നെ അതേപോലെ നിങ്ങൾ ഈ OnePlus 13 mini ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ആ ഒരു ഡിസൈൻ ഒക്കെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കണ്ടുപരിചയമുണ്ടെങ്കിൽ അത് തീർത്തും സാങ്കല്പികം മാത്രമാണ്. ഇത് ആരെങ്കിലും സാമ്യം തോന്നുകയാണെങ്കിൽ അത് നമ്മുടെ മാത്രം തെറ്റാണ്. ഓക്കെ, അപ്പൊ എന്തായാലും S25 എഡ്ജിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, സാംസങ്ങിന്റെ ഏറ്റവും വില കൂടിയ ഫോണുകളിൽ ഒന്നായിരിക്കും ഇനി വരാൻ പോകുന്ന സാംസങ് ഗാലക്സി S25 എഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ. ഇത് എഡ്ജ് എന്ന് പേര് വരാനുള്ള കാരണം ഇതിന്റെ തിക്നെസ് അത്യാവശ്യം റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 5.8 mm ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിന് എഡ്ജ് എന്ന് പേരിട്ട് വിളിക്കുന്നത് സാംസങ്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത് 6.72 ഇഞ്ചിന്റെ AMOLED 4K AMOLED ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ സാംസങ് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ പ്രൊസസ്സർ വരുന്നത് അറിയാലോ, ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ എല്ലാ ഫോണുകളും കൊടുക്കുന്ന 8 Liteന്റെ പ്രൊസസ്സർ ആയിരിക്കും കൊടുക്കുന്നത്. ഏറ്റവും ടോപ്പ് ലെവൽ ഓഫ് പെർഫോമൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ അതേപോലെ തന്നെ 200 MP മെയിൻ ക്യാമറയാണ് വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ അൾട്രാ വൈഡ് ക്യാമറ ആണെങ്കിൽ 48 മെഗാ പിക്സലോ സംതിങ് ആണ്. പിന്നെ 12 മെഗാ പിക്സലിന്റെ ലൈക്ക് സെൽഫി ക്യാമറയാണ് വരുന്നത്. 14 മെഗാ പിക്സൽ അല്ല, 12 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡും 12 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ ആയിരിക്കും വരുന്നുണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ ബാറ്ററി ഒരു വില്ലൻ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 3900 അല്ലെങ്കിൽ 4000 mAh ബാറ്ററി വരുന്നുള്ളൂ. തിക്കറാക്കിയല്ലോ, അപ്പൊ എന്തെങ്കിലും ഒന്ന് കോംപ്രമൈസ് ചെയ്തല്ലേ പറ്റുള്ളൂ.
അപ്പം അവിടെയാണ് സാംസങ് കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യൂസ് ചെയ്ത് നോക്കിയാൽ അറിയാം ഒരു ദിവസമെങ്കിലും നമുക്ക് ലാസ്റ്റ് ചെയ്യോ ബാറ്ററി എന്നുള്ളത്. പിന്നെ എക്സ്പെൻസീവ് ആണ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 1.1 to 1.2 ലാക്ക് ആ ഒരു റേഞ്ചിലായിരിക്കും പ്രൈസ് വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് ചെയ്യണം, സാംസങ്ങിന്റെ പുതിയ വേരിയന്റ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം അത് പോയി വാങ്ങുക. കമ്പയർഡ് ടു S24 Ultra, S23 Ultra ഇതിന്റെ വെയിറ്റ് വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ സൈസും കൈ പിടിക്കാനുള്ള ഒരു കോമ്പാക്ട് സംഭവമൊക്കെ കൂടുതൽ കിട്ടുന്നത് S25 എഡ്ജിലായിരിക്കും. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളി വാച്ച് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫുള്ളി വാച്ച് ചെയ്തിട്ടില്ല എന്തായാലും ഫുള്ളി കാണാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഫോൺസ് ഇനി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതെങ്കിലും ഫോൺസ് നിങ്ങളെ അറിവിൽ ഇനി റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്, ലീക്സ് ആൻഡ് റൂമേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിച്ചാൽ നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പോകുന്ന വീഡിയോസിൽ ആ ഒരു ഫോണിന്റെ ഡീറ്റെയിൽസ് കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കാം. അപ്പൊ ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് താങ്ക്സ് എ ലോട്ട്. അപ്പൊ എന്തായാലും ബാക്കിയുള്ളവർ കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ഒരു നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. അത് പിന്നെ നിങ്ങൾ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നമ്മളെ വ്ളോഗ് ചാനലിലെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ ചെക്കൗട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ കൂടെ ഉണ്ട്, അതിന്റെ ആ പേജിന്റെ ഡീറ്റെയിൽസ് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് റീൽസ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും അല്ലാത്ത കുഞ്ഞു കുഞ്ഞു അപ്ഡേറ്റ്സ് ഒക്കെ അവിടെ ഞാൻ ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് വന്നിട്ടുള്ള ഗിബ്ലിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ till then take care, bye bye.